സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ ട്രംപറ്റിലെ മെലഡി സെക്ഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. തൻ്റെ പിതാവിൽ നിന്ന് വരദാനമായി ലഭിച്ച കലയെ ദൈവത്തോട് ചേർത്ത് പിടിച്ച് ആ കലയിൽ അതീവ പ്രാഗൽഭ്യവും പ്രമുഖ ടീമുകളിലെ പ്രവൃത്തി പരിചയവും സമന്വയിപ്പിച്ച് വർഷങ്ങൾ ഏറെ പിന്നിട്ട് നോക്കുമ്പോൾ സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ ചവിട്ടുപടികളിൽ എന്നും താങ്ങായി നിന്ന അതുല്യ കലാപ്രതിഭ ശ്രീ ബിനോയ് ചാലക്കുടി. തനിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ കലയെ ഒട്ടും അഹങ്കാരമില്ലാതെ തൻ്റെ അറിവിനെ മറ്റുള്ളവരിലേക്ക് പകർന്ന് യുവതലമുറയ്ക്ക് ഊർജമേകി ടീം സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ നട്ടലായി, ടീമിൻ്റെ കാവലാളായി ഇന്നുമെന്നും ദേവൻ പരപ്പനങ്ങാടി. തെക്ക് നിന്ന് വടക്കിൻ്റെ അനന്തസാഗരത്തിലേക്ക് ടീം സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ അമരത്തേക്ക് പയപ്പാടി കുട്ടപ്പായി മാസ്റ്ററുടെ അരുമ ശിഷ്യൻ മനു പാമ്പാടി. ബാൻഡ് വാദ്യ കലാരംഗത്ത് 23 വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രമുഖ ടീമുകളിലെ നിറസാന്നിധ്യവുമായിരുന്ന തെക്കിൻ്റെ മുത്ത്, ഇന്ന് വടക്കിൻ്റെ താരം ശ്രീ അഭിലാഷ് പിറവ്. തെക്കിൻ്റെ മണ്ണിൽ നിന്ന് വടക്കിൻ്റെ മായാലോകത്തേക്ക് മറ്റൊരു കലാകാരൻ കൂടി. സെന്റ് ജോസഫ് കുടുംബത്തിലെ തുടക്കക്കാരൻ, തുടർന്നങ്ങോട്ട് ടീമിൻ്റെ അമരക്കാരൻ, ബാൻഡ് വാദ്യ കലാരംഗത്ത് 20 വർഷം പിന്നിടുന്ന അജീഷ് പാമ്പാടി. പത്മനാഭന്റെ മണ്ണിൽ നിന്ന് സാംസ്കാരിക തലസ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട യുവപ്രതിഭകൾ ഒന്നങ്ങ് മെനഞ്ഞെടുത്തപ്പോൾ അവരങ്ങ് കത്തിക്കേറി. ടീം സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ അസ്ഥിയിൽ തൊട്ട യുവതുർക്കികൾ സാം ജോസഫ്, ജിറിൻ രാജ്, അഭിനന്ദ്, മൂവരും തിരുവനന്തപുരത്തിൽ നിന്ന്. ആദിശങ്കരൻ്റെ മണ്ണിൽ നിന്ന് ഒരു കൊച്ചു കലാകാരൻ, പോയ കാലത്തെ പ്രഗത്ഭ ടീമുകളിലൊന്നായ സെന്റ് ജോസഫ് പാവറട്ടിയിലെ പർപ്പൂർ സഹോദരന്മാരിലെ ജോണി പാവറട്ടി. ആ പയ്യൻ്റെ കഴിവിനെ ചെറുതായൊന്ന് പരിപോഷിപ്പിച്ചെടുത്തു സെന്റ് ജോസഫ് കോട്ടപ്പടിയുടെ നാൾ വഴികളിൽ ഇന്നുമെന്നും താങ്ങായി ഷാജി പാപ്പൻ്റെ സ്വന്തം മോഹനൻ ചേട്ടൻ, ഗസ്റ്റ് ആർട്ടിസ്റ്റ് മോഹനൻ കാലാടി. സെന്റ് ജോസഫ് പാവറട്ടിയെക്കുറിച്ചും പർപ്പൂർ സഹോദരന്മാരെക്കുറിച്ചും അടുത്ത ദിവസങ്ങളിൽ ഷാജി പാപ്പനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ടീം സെന്റ് ജോസഫ് കോട്ടപ്പടിക്ക് എല്ലാവിധ ആശംസകളും.